സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറേ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന മാംഗോ പൾപ്പ് ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് നല്ലതുപോലെ പഴുത്ത മാങ്ങയാണ് വേണ്ടത്. നാരുള്ള മാങ്ങയാണെങ്കിൽ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് മാങ്ങയില്ലാത്ത കാലത്തും ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. പ്രിസർവേറ്റീവ് ഇടാതെയാണ് വയ്ക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. മാങ്ങയുടെ തോല് ചെത്തി ചെറുതായി മുറിച്ച് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ലതുപോലെ അടിച്ചെടുക്കണം. അതിനുശേഷം അത് നമുക്ക് അരിച്ചെടുക്കാം. ഇത് നാടൻ മാങ്ങയാണ്. ഇങ്ങനെ മാങ്ങ കൊണ്ട് പല വിധത്തിലുള്ള സാധനങ്ങളും ഉണ്ടാക്കിയാൽ മാങ്ങയില്ലാത്ത കാലത്ത് നമുക്ക് സുലഭമായി കഴിക്കാം. ഇങ്ങനെ നല്ലതുപോലെ അരച്ച ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ജ്യൂസ് കുടിക്കാൻ മാത്രമല്ല മാങ്ങ കൊണ്ടുള്ള പല ഉപയോഗങ്ങൾക്കും എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള നാരുകൾ കിട്ടും. നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ ഇതുണ്ടാവില്ല. ഉടനെ കുടിക്കുന്ന ജ്യൂസാണെങ്കിൽ നാരോട് കൂടി കുടിക്കുന്നതാണ് നല്ലത്. അരിക്കേണ്ട ആവശ്യമില്ല. കഴിക്കാൻ പറ്റുന്ന ഫൈബറുകൾ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. മാങ്ങയില്ലാത്ത കാലത്ത് മാങ്ങ കൊണ്ടുള്ള ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അരിച്ചെടുക്കുമ്പോഴും വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കരുത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അഞ്ച് മാങ്ങയുടെ ജ്യൂസാണ് ഇത്. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഇതിൽ അലിഞ്ഞു ചേരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ശരിക്കും ഫ്രൂട്ടി പോലെ തന്നെ ഉണ്ടാകും. പുറത്തുള്ള ജ്യൂസ് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വീട്ടിലുള്ളവർക്കും വലിയ സന്തോഷമായിരിക്കും. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നതിലുള്ള രസം വേറെ ഒന്നിനും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പുഡിംഗ് പോലുള്ള പലതും ഉണ്ടാക്കാം. മാങ്ങ ഇല്ലല്ലോ എന്ന് കരുതി വിഷമിക്കുകയും വേണ്ട. നല്ലതുപോലെ തിളച്ചു വന്നാൽ തണുത്ത ശേഷം കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കാം. കുപ്പിയിൽ നിന്ന് കുറച്ച് ഒരു ഗ്ലാസ്സിലൊഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് വേണമെങ്കിൽ പഞ്ചസാരയും ഇട്ട് ഒന്ന് ഇളക്കി കുടിച്ചു നോക്കൂ. നിങ്ങളും പറയും സൂപ്പറാണെന്ന്.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.